ഒരാഴ്ച കഴിഞ്ഞ തൂക്കല്ലേ? തനിക്കെന്താ ഇത്ര സംശയം? സംശയമൊന്നുമില്ല. ഒരാരാച്ചാര് ചോദിക്കാൻ പാടില്ലാത്തതാണ്, എന്നാലും ചോദിക്കാണ്. മുഖവുരയൊന്നും വേണ്ട, കാര്യം പറ. ഹൈദരോട് ഏമാൻ ഇത്രയും വിരോധം വരാൻ എന്താ കാരണം? ഇവിടെയുള്ള മറ്റു പല ഏമാന്മാരും മരക്കാരോട് പെരുമാറുന്നത് ഇങ്ങനെയല്ലല്ലോ. കാശി പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ പൊറുക്കണം. ഞാൻ ഈ പോലീസ് യൂണിഫോം ഇടാൻ കാരണം ഹൈദർ മരക്കാരാ. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഇടുന്നതിന് മുമ്പ് മറ്റൊരു യൂണിഫോം ഇട്ടുകൊണ്ടാണ് നടന്നിരുന്നത്. സെമിനാരിയിൽ പഠിക്കുന്ന ഷമ്മാശന്റെ വെളുത്ത കുപ്പായം. എന്നെ ഒരു പോലീസുകാരനാക്കിയത് ഹൈദറ. ചെറുപ്പം മുതലേ പോലീസിൽ ചേരണമെന്നായിരുന്നു എന്റെ മോഹം. SI സെലക്ഷൻ വരെ കിട്ടിയതാ. അപ്പോഴാണ് അറിയുന്നത് ഇരവേലിൽ മാത്യു നരിമാൻ ആറ്റുനോറ്റുണ്ടായ എന്നെ ഒരു പട്ടക്കാരനാക്കാൻ നേർച്ചയുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചന്റെ ആഗ്രഹത്തിന് ഒടുക്കം ഞാൻ സമ്മതിച്ചു. ബൈബിൾ പഠിക്കുന്നതിനിടയിലും ഓട്ടവും ചാട്ടവും സിനിമയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അന്നും പതിവ് പോലെ മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് ഇറങ്ങി. ധൃതിയിൽ പോകുകയായിരുന്ന ഞാൻ റോഡിൽ വല്ലാത്ത ഒരു കാഴ്ച കണ്ടു. ജീവിതത്തിൽ ആകെ 2 പേരെ എന്റെ ദേഹത്തോട്ട് വേദനിപ്പിച്ചിട്ടുള്ളൂ. അതിലൊരാൾ എന്റെ ബിസിനസ് പാർട്ട്ണർ യൂസഫ് ഖാൻ. അയാളിന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ആദ്യത്തെ കൊലപാതകം അതായിരുന്നു. രണ്ടാമത്തെ ആൾ DIG മാരാർ, നിന്റെ ഡാഡി. ഒരിക്കൽ 24 മണിക്കൂർ എന്നെ അയാളുടെ കസ്റ്റഡി കെട്ടി. കാലിലെ പെരുവിരൽ മുതൽ ശിരസ് വരെ ഇഞ്ചിഞ്ചായി നിന്റെ ഡാഡി എന്നെ തല്ലിച്ചാച്ചു. കാലപ്പഴക്കം ചെല്ലും തോറും പ്രതികാരത്തിന് മൂർച്ച കുറയുകയാണ് പതിവ്. പക്ഷെ എന്റെ കാര്യത്തിൽ നേരെ മറിച്ച 2 പ്രാവശ്യം അയാളുടെ തലയ്ക്ക് ഞാൻ ഉന്നം വെച്ചു. ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് നിന്റെ ഡാഡി ഇത്രയും നാൾ രക്ഷപ്പെട്ടത്. വീണ്ടും ഒന്ന് ശ്രമിച്ചാൽ ഹൈദർക്ക് അയാളെ കൊല്ലാം. വയസ്സുകാലത്ത് ആകെയുള്ള മകന്റെ മരണത്തോളം വരില്ലല്ലോ മറ്റൊരു വേദനയും പ്രതികാരവും. നിന്നോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇനി നീ ജീവിച്ചിരുന്നാൽ അതെനിക്ക് ആപത്താണ്. കാരണം ഈ വിറ്റ്നസ്സാണ് നീ. അല്ലേ നാസർ, ആരാണ് നോക്ക്. ഈ ബോർഡ് എൻ്റെ അടുത്ത് മാറ്റിയിട് വേഗം.
3-4 ദിവസം ആരോടും ഒന്നും ഞാൻ പറഞ്ഞില്ല. പത്രത്തിൽ ദിവസവും ഇരട്ട കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ. ഞാൻ കണ്ട സത്യം ഏറെ നാൾ മനസ്സിൽ ഒളിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ആദ്യം സെമിനേരിയിലെ പ്രിൻസിപ്പൽ അച്ഛനോട് പറഞ്ഞു, പിന്നീട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. എന്നെ കാണാൻ വലിയ ഉദ്യോഗസ്ഥന്മാരാരെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. പക്ഷെ വന്നത് മറ്റൊരാൾ. ഇതിനെന്ത് വില വരും? 5 രൂപ. അതൊന്ന് വാങ്ങിയപ്പോഴല്ലേ. ഇന്ന് ഞാനിതിന് 5 ലക്ഷം രൂപയാണ് വിലയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഷമ്മാശൻ സാക്ഷി പറഞ്ഞാലും കോടതി എന്നെ ശിക്ഷിക്കില്ല. പക്ഷെ മറിച്ച് സാക്ഷി പറഞ്ഞാൽ ഞാൻ ഷമ്മാശനെ ശിക്ഷിക്കും. ഈ കൈ ഒരുപാട് ചോര കണ്ടതാ. പക്ഷെ ഒരു പുരോഹിതന്റെ രക്തം ഇതിൽ പുരളരുത്. എനിക്കത് നിർബന്ധമുണ്ട്. പൊയ്ക്കോ, പൊയ്ക്കോളൂ. ഹൈദറുടെ ഭീഷണി കേട്ടപ്പോ ഭയത്തെക്കാളേറെ വാശിയാണ് എനിക്ക് തോന്നിയത്. എന്ത് വന്നാലും സാക്ഷി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. പോലീസിനെ അത്ര വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് നരസിംഹ മന്നാടിയാരെ ഞാൻ വിവരം അറിയിച്ചത്. പോലീസിന് സത്യമല്ല, ഹൈദറാണ് വലുത്. അതുകൊണ്ടാണല്ലോ എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഹൈദർ തന്നെ വന്നത്. ഹോം മിനിസ്റ്റർക്കും ഐ ജിക്കും എന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്. പക്ഷെ എനിക്ക് പറയാനുള്ളത് മുഴുവൻ മന്നാടിയാരോടാണ്. അതുകൊണ്ടാണൊന്ന് കാണണമെന്നും പറഞ്ഞ് മന്നാടിയാർക്ക് ഞാൻ ഫോൺ ചെയ്തു. ഹൈദറുടെ കുത്തേറ്റ് വീരസിംഹം പിടയുന്നത് ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഒരു ഐഡന്റിഫിക്കേഷൻ പരേഡും വേണ്ട ഹൈദറെ എനിക്ക് തിരിച്ചറിയാൻ. കോർട്ടിൽ ഷമ്മാശൻ ഐ വിറ്റ്നസ് ആകുമ്പോൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ സത്യം പറയുന്നത് വരെയെങ്കിലും എനിക്ക് ജീവിച്ചിരിക്കണം. ഹൈദർക്കെതിരെ അറസ്റ്റ് വാറണ്ടായി. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. ഹൈദർ മുങ്ങി. ഇന്ത്യ ഒട്ടുക്ക് ഹൈദർക്ക് വേണ്ടി പോലീസ് വല വീശി. അയാളെക്കുറിച്ച് വിവരം കൊടുക്കുന്നവർക്ക് 2 ലക്ഷം രൂപ വരെ പാരിതോഷികവും പ്രഖ്യാപിച്ചു. എന്നിട്ടും അയാൾ കുടുങ്ങിയില്ല. അവസാനം മന്നാടിയാർ തന്നെ വേണ്ടി വന്നു ഹൈദറെ തേടിപ്പിടിക്കാൻ. ഹൈദറുടെ താവളമൊക്കെ നിനക്ക് പരിചയമില്ലേ? അറിയാം, പക്ഷേ അവിടെ ഒന്നും ഹൈദർ ഉണ്ടായിരിക്കാൻ വഴിയില്ല. ഇനി അവൻ വിദേശത്തേക്കോ മറ്റോ കിടന്നിട്ടുണ്ടാവോ? ഏയ്, പോലീസിനെ ഭയന്ന് ഇന്ത്യ വിടുന്നവനല്ല ഹൈദർ. ആ, ഒരു സ്ഥലമുണ്ട്. MLA കുട്ടിനായർ ഹൈദറിന് അടുത്ത സുഹൃത്താണ്. കുറച്ചു കാലം മുമ്പ് കുലശേഖരത്തിനടുത്തൊരു എസ്റ്റേറ്റ് ഹൈദർ അയാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നിനക്ക് ആ സ്ഥലം അറിയോ? ആ, അറിയാം.